ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ കുട്ടികളെ, നല്ല ദൈവം നമ്മളെ വീണ്ടും ഒരു ദിവസം കൂടി ഒന്നിച്ച് ചേർത്തിരിക്കുകയാണ്. കഴിഞ്ഞ കാഴ്ചകളിൽ കണ്ട പാഠത്തിൻ്റെ ഹോംവർക്കുകളൊക്കെ നിങ്ങൾ ചെയ്ത് മിടുക്കരായി ഇരിക്കുകയാണല്ലോ. ഒത്തിരിയേറെ നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ അധ്യാപകർ മുഖേന നിങ്ങൾ ചെയ്ത ഹോംവർക്കുകളൊക്കെ എനിക്കും കിട്ടാറുണ്ട്. എനിക്കിത് കാണുമ്പോഴൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. നല്ലൊരു ലക്ഷ്യത്തിലേക്ക് നീങ്ങുന്ന മിടുക്കരായ കുട്ടികളാണ് നിങ്ങൾ, അല്ലേ? 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് നിങ്ങൾ. എന്നിട്ടും മതബോധനത്തിന് നിങ്ങൾ അതിൻ്റേതായ പ്രാധാന്യം കൊടുത്ത് സമയം മാറ്റിവെക്കുന്നത് കാണുമ്പോൾ സത്യത്തിൽ എനിക്ക് സന്തോഷം തോന്നാറുണ്ട്. ഞാൻ ഓർക്കുന്നത് റോബർട്ട് ഫ്രോസ്റ്റിൻ്റെ മനോഹരമായൊരു കവിതയാണ്. സ്റ്റോപ്പിംഗ് ബൈ വുഡ്സ് ഇൻ എ സ്നോനി ഈവനിങ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു പ്രശസ്തമായ കവിതയുണ്ട്. വളരെ ചെറിയ ഒരു കവിതയിൽ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു ഭാഗം എപ്പോഴും എന്നെ ഇങ്ങനെ പ്രചോദിപ്പിക്കാറുണ്ട്. അതിതായിരുന്നു: കവി ഇങ്ങനെ ഒരു മനോഹരമായ സായാഹ്നത്തിൽ ഒരു കാനനത്തിൻ്റെ അടുത്ത്, നല്ല ഭംഗിയുള്ള ഒരു കാടിൻ്റെ അടുത്ത് ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. കുതിരപ്പുറത്തൂടെ പോകുന്നത്. ആ കുതിരവണ്ടി മഞ്ഞു പെയ്യുന്ന ഒരു സായം സന്ധ്യയിൽ, യൂറോപ്പിൽ നടന്നതാണല്ലോ ഈ കഥ, ഒരു വശ്യസുന്ദരമായ ഒരു കാനനത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ ഈ കവി അദ്ദേഹത്തോട് തന്നെ പറയുകയാണ്. അതിങ്ങനെയാണ്, ആ വരികൾ ഇങ്ങനെയാണ്: ദ വുഡ്സ് ആർ ലവ്ലി ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസ് ടു കീപ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്പ്. ഈ കാനനത്തിൻ്റെ ഭംഗിയും വശ്യതയും എന്നെ ഇവിടെ പിടിച്ചു നിർത്താൻ വേണ്ടി പ്രലോഭിപ്പിക്കുന്നു. പക്ഷേ ഞാനൊരു പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്: ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കാതങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു, ഉറങ്ങുന്നതിന് മുമ്പ് എനിക്ക് കാതങ്ങൾ താണ്ടേണ്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ കുതിരപ്പുറത്ത് കയറി പോകുന്ന മനോഹരമായ ഒരു കവിതയുടെ ശകലം. എന്താണ് ഇത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നതെന്ന് അറിയാവോ? എത്ര പ്രലോഭനങ്ങൾ നമ്മൾക്കുണ്ടായാലും നമ്മൾക്കൊരു കടമയുണ്ട്, ഒരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നിങ്ങൾ 10ലെ കുട്ടികളല്ലേ, നിങ്ങൾക്കൊരു ലക്ഷ്യബോധമുണ്ടെങ്കിൽ ഈ പ്രലോഭനങ്ങളും വശ്യതകളും ഒന്നും നമ്മളെ പിടിച്ചു നിർത്തില്ല. നിശ്ചയദാർഢ്യത്തോടു കൂടി നമ്മൾ എന്ത് ചെയ്യും? ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ നടന്നെടുക്കും. ബിക്കോസ് വി ഹാവ് എ ഗോൾ. നമ്മൾക്കൊരു ലക്ഷ്യമുണ്ടല്ലേ. അപ്പം അതിന് തയ്യാറായി ഇരിക്കുന്ന നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ്. പ്രിയ കുട്ടികളെ, 10ാം ക്ലാസ്സിലെ പാഠങ്ങളിലൂടെ നമ്മൾ ആഴ്ചകളായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. 12ാമത്തെ പാഠത്തിൻ്റെ 1ാമത്തെ ഭാഗത്തിലാണ് നമ്മൾ എത്തിയിരുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ട 12ാമത്തെ പാഠത്തിൻ്റെ 1ാമത്തെ ഭാഗത്തിലൂടെ നമ്മൾക്കൊന്ന് ജസ്റ്റ് സഞ്ചരിക്കാം. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്തായിരുന്നു അതെന്ന്? ആർക്ക് പറയാം? എന്തായിരുന്നു ആ പാഠത്തിൻ്റെ പേര്? ഒന്ന് പറയാമോ? പ്രേഷിതത്വം പൗരോഹിത്യ ജീവിതത്തിലൂടെ, അല്ലേ? 11ാമത്തെ പാഠം വളരെ മനോഹരമായി പ്രേഷിതത്വം കുടുംബജീവിതത്തിലൂടെ എന്ന് നമ്മളോട് പറഞ്ഞു വരച്ച് കാട്ടി തന്നു. 12ാമത്തെ പാഠം പൗരോഹിത്യ ജീവിതത്തിലൂടെ പ്രേഷിതത്വം എന്നുള്ളതാണ്. നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ കണ്ടു, നിങ്ങൾ ചെയ്ത ഹോംവർക്കുകളൊക്കെ ഞാൻ കണ്ടു. പ്രിയ കുട്ടികളെ, നമ്മൾ 2-3 പോയിന്റുകൾ മാത്രമേ അതിനകത്ത് കണ്ടുള്ളൂ. ഒന്ന്, പൗരോഹിത്യത്തിൻ്റെ സ്ഥാനവും ധർമ്മങ്ങളുമായിരുന്നു നമ്മൾ കണ്ടത്. നമ്മൾക്കറിയാമല്ലേ, ഏറ്റവും മുകളിൽ ശിരസായി ഈശോ മിശിഹ, അതിന് തൊട്ട് താഴെ അപ്പസ്തോലന്മാർ, അപ്പസ്തോലന്മാരുടെ പിന്തുടർച്ചക്കാരായ മെത്രാന്മാർ, നമ്മുടെ സഭയിലെ മെത്രാന്മാർ, അവരുടെ സഹശുശ്രൂഷകരായ വൈദികർ. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഹൈറാർക്കിക്കൽ സിസ്റ്റം എന്ന് നമ്മൾ കണ്ടതാണ്, അല്ലേ? നിങ്ങൾക്കത് മനസ്സിലായി. ഇനി അവർക്ക് ത്രിവിധ ധർമ്മങ്ങൾ വൈദികർക്കുണ്ട് എന്ന് നമ്മൾ കാണുകയുണ്ടായി. എന്താണ് വൈദികരുടെ ത്രിവിധ ധർമ്മങ്ങൾ? പ്രബോധന ശുശ്രൂഷയിലൂടെ പ്രേഷിത പ്രവർത്തനം, അതായത് പഠിപ്പിക്കുക. 2, വിശുദ്ധീകരണ ശുശ്രൂഷയിലൂടെ വിശുദ്ധീകരിക്കുക. 3, അജപാലന ശുശ്രൂഷയിലൂടെ നയിക്കുക, പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്ന ത്രിവിധ ധർമ്മങ്ങളാണ് വൈദികർക്കുള്ളത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. യോഹന്നാൻ്റെ സുവിശേഷം 11ാമത്തെ അധ്യായം 15ാമത്തെ വാക്യം മുതൽ നമ്മൾ വായിച്ചു, അല്ലേ? എന്താ പറഞ്ഞത്? യോഹന്നാൻ്റെ പുത്രനായ ശിമിയോനെ, ഇവരെക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് പത്രോസിനോട് ഈശോ ചോദിക്കുന്ന മനോഹരമായ ബൈബിൾ വചനം വായിച്ചാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നുവല്ലോ. വീണ്ടും ചോദിച്ചു, അങ്ങനെ 3 പ്രാവശ്യം ചോദിച്ചു. അതീവ ദുഃഖിതനായി പത്രോസ് പറഞ്ഞു, എല്ലാം നീ അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്നും നീ അറിയുന്നു. ഈശോ പറഞ്ഞു പത്രോസിനോട്, എൻ്റെ കുഞ്ഞാടുകളെ നീ മേയ്ക്കുക. അജപാലനത്തിനായിട്ടുള്ള ഒരു വിളി. എന്നിട്ട് പറയുകയാണ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ചെയ്തത്, ഈ വിളിയിലേക്ക്, ഈ പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്ന് പറയുകയാണ്. ഇത്രയും ഭാഗമാണ് നമ്മൾ കണ്ടത്. 1ാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു, ജസ്റ്റ് ഡിസ്കസ് ചെയ്തു. അതിതായിരുന്നു പ്രബോധന ശുശ്രൂഷയിലൂടെ എങ്ങനെയാണ് പ്രേഷിത പ്രവർത്തനം വൈദികർ ചെയ്യുന്നത് എന്ന് നമ്മൾ കാണുകയുണ്ടായി. വൈദികരുടെ ഒരു പ്രധാനപ്പെട്ട ദൗത്യവും നമ്മൾ പഠിച്ചു. എന്താണ്? ദൈവത്തിൻ്റെ ജനവും മിശിഹായുടെ മൗതിക ശരീരവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവുമായ സഭയെ ലോകത്തിൽ നിരന്തരം പടുത്തുയർത്തുക എന്നതാണ് പുരോഹിതരുടെ അടിസ്ഥാന ദൗത്യം എന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് നമ്മൾ പഠിക്കുകയുണ്ടായി. പ്രിയകുട്ടികളെ, നമ്മളിതിൻ്റെ 2ാം ഭാഗത്തിലേക്ക് ആണ് കടന്നിരിക്കുന്നത്. നമ്മൾക്കൊരു നിമിഷം പ്രാർത്ഥിച്ച് ഒരുങ്ങാം. കണ്ണുകൾ അടയ്ക്കാം. നമ്മൾ എണീറ്റ് നിന്ന് പ്രാർത്ഥിച്ചൊരുങ്ങി
വചനത്തിലൂടെ എന്താണ് നമ്മളോട് ഇന്ന് ഈശോ സംസാരിക്കുന്നത് എന്ന് കണ്ടിട്ട് നമുക്കിതിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് പോകാം. എല്ലാവരും കണ്ണുകളടയ്ക്കുക. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിത്യപുരോഹിതനായ ഈശോയിലൂടെ നീ ഞങ്ങൾക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മ പ്രവൃത്തികളെ ഓർത്ത് നിന്നോട് നന്ദി പറയുകയാണ്. പരിശുദ്ധ കത്തോലിക്ക സഭയെ പരിപോഷിപ്പിക്കുന്നതിനും വൈദികരിലൂടെ അജഗണത്തെ സമൃദ്ധമായി നയിക്കുന്നതിനും നിന്നോട് ഞങ്ങൾ നന്ദി പറയുന്നു. നിന്റെ പ്രബോധന ശുശ്രൂഷയിലൂടെയും വചനപ്രഘോഷണത്തിലൂടെയും പ്രേഷിത പ്രവർത്തനത്തിലൂടെയും സഭയിലെ എളിയ മക്കളാകുവാൻ ഞങ്ങളെ നീ പഠിപ്പിക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യണമേ. നിന്റെ പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ നീ ശക്തിപ്പെടുത്തണമേ. അമ്മേ മാതാവേ, സകല വിശുദ്ധരെ, സ്വർഗീയ മധ്യസ്ഥരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. പ്രിയകുട്ടികളെ, ഇന്ന് നമ്മളോട് ഈശോ വചനത്തിലൂടെ പങ്കുവെക്കുന്ന ഭാഗം നമ്മൾക്കൊന്ന് നോക്കാം. ഇന്ന് നമ്മളോട് പറയുന്നത് പൗലോസ് ലീഹ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 11 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങളാണ്. അവൻ ചിലർക്ക് അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും സുവിശേഷ പ്രഘോഷകന്മാരും ഇടയന്മാരും പ്രബോധകന്മാരും മറ്റുമാകാൻ വരം നൽകി. ഇത് വിശുദ്ധരെ പരിപൂർണരാക്കുന്നതിനും ശുശ്രൂഷയുടെ ജോലി ചെയ്യുന്നതിനും ക്രിസ്തുവിൻ്റെ ശരീരത്തെ പണിതുയർത്തുന്നതിനും വേണ്ടിയാണ്. വിശ്വാസത്തിൻ്റെ ഐക്യത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പൂർണ്ണ ജ്ഞാനത്തിലും എല്ലാവരും എത്തിച്ചേരുകയും ക്രിസ്തുവിൻ്റെ പരിപൂർണതയുടെ അളവനുസരിച്ച് പക്വതയാർന്ന മനുഷ്യരാവുകയും ചെയ്യുന്നതുവരെ ഇത് തുടരേണ്ടിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പ്രിയകുട്ടികളെ, എന്താണ് ഈ വചനത്തിലൂടെ നമ്മളോട് പറയുന്നത്? ഈശോ ഓരോരുത്തരെ തിരഞ്ഞെടുത്ത് അവർക്ക് ഓരോ കർത്തവ്യങ്ങളും എന്താണ് അവർ ചെയ്യേണ്ടത് എന്ന് അവരെയൊക്കെ ഭരമേൽപ്പിക്കുകയും ചെയ്തതായിട്ടാണ് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത്. നമ്മൾ കണ്ടു 7 കൂദാശകളുണ്ടല്ലേ? നിങ്ങളൊക്കെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളാണ്. വിവാഹമെന്ന കൂദാശ, വിശുദ്ധ വിവാഹം എന്ന കൂദാശ വഴിയാണ് നിങ്ങളുടെ മാതാപിതാക്കൾ ഒക്കെ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ വിശുദ്ധ വിവാഹം എന്ന കൂദാശയിലൂടെ ബന്ധിതരായ മാതാപിതാക്കൾക്കുണ്ടായ നല്ല കുഞ്ഞുങ്ങളാണ് നിങ്ങൾ. അപ്പോൾ നിങ്ങളുടെ മാതാപിതാക്കളെ വിളിച്ചിരിക്കുന്നത് വിവാഹം എന്ന കൂദാശയിലൂടെയാണ്. എന്നാൽ പ്രത്യേകം ഈശോയെ ഒത്തിരി സ്നേഹിക്കുന്നവരെ ഈശോ പറയുകയാണ്, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ തിരഞ്ഞെടുത്ത് ഈശോയുടെ പൗരോഹിത്യത്തിൽ പങ്കുചേരുന്നതിനും ഈശോ കാൽവരിയിൽ അർപ്പിച്ച ബലി തുടരുന്നതിനും വേണ്ടിയാണ് പൗരോഹിത്യം എന്ന കൂദാശയിലൂടെ ഈശോ വൈദികരെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ കുടുംബം എന്ന കൂദാശയിൽ നമ്മൾ കണ്ടത് എങ്ങനെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാമെന്ന് നമ്മൾ കാണുകയുണ്ടായി അല്ലേ? എങ്ങനെയാണ് സാക്ഷ്യം നൽകേണ്ടതെന്ന് കാണുകയുണ്ടായി. മക്കളെ സ്നേഹിച്ച് വളർത്തുമ്പോൾ, അവരെ വിശ്വാസത്തിൽ വളർത്തുമ്പോൾ, കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമ്പോൾ, അനുസരണയുള്ളവരെ മക്കളായി മാറ്റുമ്പോൾ നമ്മുടെ മാതാപിതാക്കളും നമ്മളുമെല്ലാം പ്രഘോഷകരായി മാറുന്നു എന്ന് നമ്മൾ കണ്ടു. എന്നാൽ വൈദികരെ വിളിച്ചിരിക്കുന്നത് തൻ്റെ പൗരോഹിത്യത്തിൽ പങ്കുകാരാകുന്നതിനും താൻ കാൽവരിയിൽ അർപ്പിച്ച ബലി തുടരുന്നതിനും വേണ്ടിയാണ് വൈദികരെ വിളിച്ചിരിക്കുന്നത്. അവർക്ക് 3 ധർമ്മങ്ങളും കൊടുത്തിരിക്കുന്നു: പഠിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്ന ത്രിവിധ ധർമ്മങ്ങളും വൈദികർക്ക് കൊടുത്തിരിക്കുന്നു. അപ്പം ഇത് വളരെ വ്യക്തമായില്ലേ നിങ്ങൾക്ക്? അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ധർമ്മമുണ്ട്, ഓരോ വിളിയുണ്ട്. നമ്മൾ പല പ്രാവശ്യം പല ക്ലാസ്സുകളിൽ സാറ് നിങ്ങളോട് പറഞ്ഞതാണ്, വിദ്യാർത്ഥികളായി നിങ്ങളുടെ കടമ, നിങ്ങൾ നന്നായി പഠിക്കുന്നതാണ് സുവിശേഷ പ്രഘോഷണം എന്ന് നമ്മൾ പല പ്രാവശ്യം കണ്ടു അല്ലേ? മാതാപിതാക്കളെ അനുസരിക്കുമ്പോൾ നിങ്ങളും പ്രേക്ഷിതരായി മാറുന്നു. കൂട്ടുകാരുടെ മുഖത്ത് നോക്കി നിങ്ങൾ പുഞ്ചിരിക്കുമ്പോൾ നിങ്ങൾ പ്രേക്ഷിതരായി മാറുന്നു. ഈശോയുടെ സുവിശേഷം നിങ്ങളവിടെ പ്രഖ്യാപിക്കുന്നു, പ്രഘോഷിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കും ഓരോ കടമകളുണ്ട്. സാറിന് സാറിൻ്റെ കടമയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ കടമയുണ്ട്, വൈദികർക്ക് അവരുടേതായ കടമകളുണ്ട്. അപ്പോൾ നമ്മൾ ആദ്യം കണ്ടത് പഠിപ്പിക്കുക എന്ന് പറയുന്ന വൈദികരുടെ പ്രബോധന ശുശ്രൂഷയെക്കുറിച്ചാണ്. ആദ്യത്തെ പോയിന്റ് നമ്മൾ കണ്ടത്. രണ്ടാമത് നമ്മൾ കാണാൻ പോകുന്നത് വിശുദ്ധീകരണ ശുശ്രൂഷയിലൂടെ എങ്ങനെയാണ് അവർ പ്രേക്ഷിതരായി മാറുന്നത് എന്ന് കാണാം. വിശുദ്ധീകരണ ശുശ്രൂഷയിലൂടെ പുരോഹിതൻ തങ്ങളുടെ പൗരോഹിത്യ ശുശ്രൂഷ വഴി വിശ്വാസികളുടെ ആധ്യാത്മിക ബലികൾ ഏകമധ്യസ്ഥനായ മിശിഹായുടെ ബലിയോട് ചേർത്ത് വയ്ക്കുന്നു. വിശ്വാസികളുടെ ബലികൾ ഏകമധ്യസ്ഥനായ മിശിഹായുടെ ബലിയോട് ചേർത്ത് വെക്കുന്ന മധ്യസ്ഥനാണ് പുരോഹിതൻ എന്ന് പറയുന്നത്. പരമപിതാവായ ദൈവത്തിന് എന്നിട്ട് അത് അർപ്പിക്കുകയാണ് ചെയ്യുന്നത്. പുരോഹിതരുടെ കരങ്ങൾ വഴിയായും സഭ മുഴുവൻ്റെയും നാമത്തിനും അർപ്പിക്കപ്പെടുന്ന രക്തരഹിതവും കൗദാശികവുമായ ബലി മിശിഹായുടെ രണ്ടാമത്തെ ആഗമനം വരെ
തുടരുക എന്നതാണ് പൗരോഹിത്യ ശുശ്രൂഷയുടെ ലക്ഷ്യം. എന്താണ് ഈ രക്തരഹിതമായ ബലി? നമ്മൾക്കറിയാം, പല ബലികളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? പഴയ നിയമത്തിലെ ബലികളെക്കുറിച്ച് നമ്മൾക്കറിയാം. അത് രക്തരഹിതമായിരുന്നില്ല, മൃഗങ്ങളെയൊക്കെ ബലി കൊടുക്കുമായിരുന്നു. നമ്മൾക്കറിയാം അല്ലേ, നമ്മൾ പഠിച്ചിട്ടുണ്ടത്. എന്നാൽ മിശിഹായുടെ ഗാഗുൽത്തായിലെ ബലിയോടുകൂടി രക്തരഹിതമായ ബലി ഇവിടെ തീർന്നിരിക്കുന്നു. രക്തരഹിതമായ ബലിയാണ് പുതിയ നിയമത്തിൽ മിശിഹായിലൂടെ ഇവിടെ സംജാതമായത്. ആ ബലിയാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത്. പരിശുദ്ധ കുർബാന രക്തരഹിതമല്ലേ? ഈശോയുടെ തിരുശരീര രക്തങ്ങളല്ലേ അവിടെ പരികർമ്മം ചെയ്യുന്നത്? നമ്മൾ കണ്ടല്ലോ, കഴിഞ്ഞ പാഠത്തിൽ കണ്ടില്ലേ, ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഭാഗ്യസ്മരണാർഹനായ ഫുൾട്ടൻ ജെ ഷീൻ്റെ ഒരു മനോഹരമായ നിർവചനം. ലോകത്തിൽ ഇതുവരെ എഴുതപ്പെട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ പ്രണയകാവ്യം എന്തായിരുന്നു എന്നാ പറഞ്ഞേക്കുന്നത്? ദ എവർ ഓൾ ടൈം ലവ് സ്റ്റോറി ഹി കണ്ടെയ്ൻഡ് ഇൻ എ ടൈനി ഹോസ്റ്റ്. ഒരു ഓസ്തിയിലേക്ക് ഈശോ ഒതുങ്ങാൻ മാത്രം മനുഷ്യരോട് കാണിച്ച സ്നേഹമാണ് ഏറ്റവും വലിയ പ്രണയകാവ്യം. അത്രമാത്രം മനുഷ്യനെ സ്നേഹിച്ച ഈശോ. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടു അല്ലേ, പ്രകാശത്തിൻ്റെ 5 രഹസ്യത്തിൽ നമ്മൾ കാണുന്ന ഒരു രഹസ്യമാണത്. നമ്മളോട് കൂടെ നിത്യം വസിക്കാൻ വിശുദ്ധ കുർബാനയിലൂടെ വിശുദ്ധ കുർബാനയായി അവൻ മാറി. എന്നും വസിക്കേണ്ടതിനായി വിശുദ്ധ കുർബാന ഈശോ സ്ഥാപിച്ചു. ആ ഈശോയുടെ സ്നേഹം എന്നും ഇവിടെ തുടരണം, ആ ബലി ഇവിടെ തുടരണം. അതിനുവേണ്ടിയാണ് പുരോഹിതരെ നിയമിച്ചിരിക്കുന്നത്. അതാണ് അവരുടെ പരമമായ ലക്ഷ്യവും. ആ ബലിയർപ്പണം ഇവിടെ തുടരുക തന്നെ വേണം. പക്ഷേ ഈശോ അർപ്പിച്ച ബലിയോട് സഹകാരികളാകണം. അവരും അവരുടെ ജീവത്യാഗം തന്നെ ചെയ്യേണ്ടി വന്നാൽ ഒരു മടിയും കൂടാതെ അവർ ചെയ്യണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ജീവത്യാഗം ചെയ്ത വൈദികരെയൊക്കെ കഴിഞ്ഞ പ്രാവശ്യം കാണുകയുണ്ടായി. ഫാദർ ജാക്ക് ഹാമലെ കണ്ടു, ഫാദർ റഗീബ് ഗന്നിയെ കണ്ടു, അതുപോലെ തന്നെ ഫാദർ ബെർണാഡോയെയൊക്കെ നമ്മൾ കാണുകയുണ്ടായി. അതുപോലെ തന്നെ കുംഭസാര രഹസ്യം നിങ്ങൾക്കറിയാം അല്ലെ? വിശുദ്ധീകരിക്കുക എന്നുള്ളതിൽ അജഗണത്തെ, വിശ്വാസ സമൂഹത്തെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ച് വിശുദ്ധീകരിക്കുന്ന കർമ്മം കൂടി അവർ ചെയ്യുമ്പോൾ കുംഭസാര രഹസ്യത്തിന് വേണ്ടി ജീവൻ വെടിഞ്ഞ എത്രയോ വൈദികരുണ്ട്. നിങ്ങൾക്കറിയാം, വിശുദ്ധ ഫ്രാൻസിസ് ഡി സാലസ് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിന്റെ പുരോഹിതൻ്റെ അടുത്തേക്ക് നീ ചെല്ലുക, നിന്റെ ഹൃദയം അവന് മുൻപിൽ തുറക്കുക, നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം അവന് മുൻപിൽ ഇറക്കി വെക്കുക, അയാൾ തരുന്ന ഉപദേശം കൈക്കൊള്ളുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിന്റെ പുരോഹിതൻ്റെ മുൻപിലേക്ക് ചെന്ന് നിന്റെ ഹൃദയം തുറന്ന് നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം തുറന്ന് അവൻ്റെ മുൻപിലേക്ക് നീ ചെല്ലുമ്പോൾ നിത്യപുരോഹിതനായ ഈശോ നിന്റെ പാപങ്ങൾ മോചിക്കും. കുമ്പസാരക്കൂട്ടിലിരിക്കുന്നത് ആരാണ്? ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ഈശോയുടെ പ്രതിപുരുഷനാണ് ഇരിക്കുന്നത്. ആ പാപങ്ങൾ മോചിക്കുന്നത് ആരാണ്? ഈശോ തന്നെയാണ്. പക്ഷേ ഈ കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താത്തതിൻ്റെ പേരിൽ എത്ര വൈദികർ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്കറിയാമോ? വിശുദ്ധ ജോൺ നെബുംസ്യാനോസ് എന്ന് പറയുന്ന വൈദികനാണ് ആദ്യമായി കുമ്പസാര രഹസ്യം കാത്തു സൂക്ഷിച്ചതിൻ്റെ പേരിൽ വധിക്കപ്പെടുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിലെ പ്രാഗ് രൂപതയുടെ വികാരി ജനറലായിരുന്ന ആ കാലഘട്ടത്തിൽ, ആ സമയത്ത് സ്ലോസ് രാജാവിൻ്റെ ഭാര്യ സോഫിയായുടെ കുമ്പസാര രഹസ്യം ഈ രാജാവ് ചോദിക്കുകയുണ്ടായി. പക്ഷേ അത് പറഞ്ഞു കൊടുക്കാൻ തയ്യാറാകാതെ ഇരുന്ന വിശുദ്ധ ജോൺ നെബുംസ്യാനോസിനെ അദ്ദേഹം വധിക്കുക ചെയ്തു. വിശുദ്ധ മത്തയോ കൊറേയോ എന്ന് പറയുന്ന ആളും കുമ്പസാര രഹസ്യത്തിന് വേണ്ടി രക്തസാക്ഷിയായി മാറിയ വൈദികനാണ്. വിശുദ്ധ ഫിലിപ്പ് സീസർ മറ്റൊരു വൈദികനാണ്. വിശുദ്ധ ഫെർണാണ്ടോ റെഗൂറോ എന്ന് പറയുന്ന ആ വൈദികനും കുമ്പസാര രഹസ്യം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ജീവൻ വെടിഞ്ഞ വൈദികരാണ്. അപ്പോൾ വിശുദ്ധീകരണ കർമ്മത്തിൽ തൻ്റെ പിതാവിൻ്റെ ബലിയോട് ചേർത്ത് തൻ സ്വന്തം ജീവിതം പോലും ബലി കഴിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശ്രേഷ്ഠ വിശുദ്ധ വൈദികരാണ് നമ്മുടെ സഭയ്ക്ക് ഉണ്ടായിട്ടുള്ളത് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് തീർത്തും അഭിമാനിക്കാം. എത്ര വലിയ ഭാഗ്യമാണ് സഭയിലൂടെ ദൈവം ചൊരിയുന്നത് എന്നതിനെ ഓർത്ത് നമ്മൾക്ക് അഭിമാനിക്കാം. ഇടവക വൈദികരുടെ മധ്യസ്ഥനായ ജോൺ മരിയ വിയാനിയെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ? 18 മണിക്കൂറോളം കുമ്പസാരക്കൂട്ടിലിരുന്ന് ജനങ്ങളെ വിശുദ്ധീകരിക്കുന്ന ആ വൈദികനെ ഒരു നിമിഷം നമ്മൾക്ക് ഈ വീഡിയോയിലൂടെ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. വൈദികരുടെ മധ്യസ്ഥനായി കത്തോലിക്ക സഭ വണങ്ങുന്നത് ഈ വിശുദ്ധനെയാണ്. ഒരു വൈദികൻ ആരായിരിക്കണം, എന്തായിരിക്കണം, എങ്ങനെയായിരിക്കണം എന്നതിന് ലോകാവസാനം വരെയുള്ള മികച്ച മാതൃകയാണ് വിശുദ്ധ ജോൺ വിയാനി. കുമ്പസാരക്കൂടിന്റെ അതിർത്തികൾക്കപ്പുറത്തേക്ക് അധികമൊന്നും പോകാതെ വിശ്വാസികളുടെ ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിച്ച വൈദികൻ. പ്രാർത്ഥനയും ലാളിത്യവും പരിത്യാഗ പ്രവൃത്തികളും കൈമുതലാക്കി ജീവിച്ച വൈദികൻ.
പുതിയ തലമുറയ്ക്ക് ഇങ്ങനെയൊരു വിശുദ്ധനെ പരിചയപ്പെടുത്താൻ കൂടി പുരോഹിത വർഷാചരണം കാരണമായി എന്നത് മാത്രമല്ല, അനേകം വൈദികർക്ക് തങ്ങളുടെ സമർപ്പണത്തെയും പൗരോഹിത്യ ശുശ്രൂഷയെയും കുറിച്ച് ആത്മവിശകലനത്തിനും ഈ വർഷാചരണം വഴിയൊരുക്കി. നവപൂജാർപ്പണം കഴിഞ്ഞപ്പോഴത്തെ ആവേശവും ആത്മാർത്ഥതയും കാലങ്ങൾ മുന്നോട്ടു പോകവേ എപ്പോഴെങ്കിലുമൊക്കെ ചോർന്നുപോയ വൈദികരെ വീണ്ടും പഴയ ആവേശത്തിലെത്തിക്കാൻ പുരോഹിത വർഷാചരണത്തിന് കഴിഞ്ഞുവെന്നത് നിസ്സാര കാര്യമായിരുന്നില്ല. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ പ്രസിദ്ധമായ ഒരു വാചകമുണ്ട്: മാലാഖയെയും ഒരു വൈദികനെയും കൂടി ഒരുമിച്ചു കണ്ടാൽ താൻ ആദ്യം വണങ്ങുക വൈദികനെ ആയിരിക്കും എന്നതാണത്. രണ്ടാം ക്രിസ്തു എന്നറിയപ്പെടുന്ന ഒരു വിശുദ്ധനാണ് അങ്ങനെ പറഞ്ഞതെന്നോർക്കണം. എത്രയോ മഹത്തായ ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് വിശുദ്ധൻ പൗരോഹിത്യത്തെ കണ്ടത് എന്നാണ് അത് വ്യക്തമാക്കുന്നത്. പുരോഹിതനാകാനുള്ള യോഗ്യതയോ വിശുദ്ധിയോ തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പുരോഹിതനാകാതെ ജീവിതാന്ത്യം വരെ അസീസിയിലെ വിശുദ്ധൻ കഴിഞ്ഞുകൂടുകയും ചെയ്തു. കണ്ടില്ലേ നിങ്ങൾ, ജോൺ മരിയ വിയാനിയുടെ ഒരു ജീവിതകഥ നിങ്ങൾ കാണുകയുണ്ടായി. അപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് പഠിപ്പിക്കുന്ന വൈദികരെ, രണ്ടാമത് നമ്മൾ കണ്ടത് പ്രഘോഷിക്കുന്ന വൈദികരെ, വിശുദ്ധീകരിക്കുന്ന വൈദികരെ, മൂന്നാമത് നമ്മൾ കാണാൻ പോകുന്നത് നയിക്കുന്ന വൈദികരുടെ പ്രേക്ഷിത പ്രവർത്തനമാണ്. അതായത് അജപാലന ശുശ്രൂഷയിലൂടെയുള്ള പ്രേക്ഷിത പ്രവർത്തനം. നയിക്കുന്നവരാണ് അവർ. എങ്ങനെയാണ് നയിക്കണമെങ്കിൽ നമ്മൾ ഒരു പ്രാവശ്യം കണ്ടു, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഹു ഇസ് എ ലീഡർ? ദ വൺ ഹു നോസ് ദ വേ, ദ വൺ ഹു ഷോസ് ദ വേ, ദ വൺ ഹു ഗോസ് ദ വേ. വഴി കാണിച്ചു തരുന്നവൻ, ആ വഴിയിലൂടെ നടക്കുന്നവൻ, നടന്നു കാണിക്കുന്നവൻ, നമ്മളെ നടത്തുന്നവൻ, അവനാണ് ഒരു ലീഡറെങ്കിൽ നമ്മളെ വിശുദ്ധീകരിക്കുകയും നമ്മളെ പഠിപ്പിക്കുകയും ചെയ്യുന്ന വൈദികർ നമ്മളെ നയിക്കുകയാണ് ചെയ്യുന്നത് അജപാലന ശുശ്രൂഷയിലൂടെ. എങ്ങനെയാണ് നയിക്കുന്നത്? ദൈവജനത്തെ അറിയുന്ന ഇടയനാണ് പുരോഹിതർ എന്നാണ് പറയുന്നത്. ഈശോയെപ്പോലെ അജഗണത്തെ അറിയാം, പരിഗണിക്കണം, അവർക്കായി അധ്വാനിക്കണം, ക്രൈസ്തവ കൂട്ടായ്മയിലേക്ക് അവരെ കൊണ്ടുവരണം. അങ്ങനെ ഒരു അജഗണത്തെ സംരക്ഷിച്ച് മുൻപിൽ നടക്കുന്നവരാണ് വൈദികർ എന്ന് പറയുന്നത്. ഒന്നിപ്പിച്ചു നിർത്തി വിശ്വാസത്തിൻ്റെ പാതയിലൂടെ ആധ്യാത്മികമായ എല്ലാ കൂദാശകളും നമ്മൾക്ക് നൽകി നമ്മളെ പരിപോഷിപ്പിച്ച് നിത്യപിതാവിൻ്റെ പക്കലേക്ക് നമ്മളെ കൈപിടിച്ച് നടത്തുന്നവരാണ്, മുൻപിൽ നിന്ന് നയിക്കുന്നവരാണ് വൈദികർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ നയിക്കുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നവരും കൂടിയാണ് വൈദികർ. 3 പോയിന്റുകളാണ് ഈ പാഠത്തിൽ മൊത്തത്തിലുള്ളത്: പഠിപ്പിക്കുക, നയിക്കുക, വിശുദ്ധീകരിക്കുക എന്ന ത്രിവിധ ധർമ്മങ്ങൾ നിർവഹിക്കുന്ന വൈദികർ. ഇനി പുരോഹിത ശുശ്രൂഷയ്ക്ക് കുറച്ച് മാനങ്ങൾ വേറെയുമുണ്ട്. എന്തൊക്കെയാണ് നോക്കേണ്ടത്? നമ്മൾക്ക് നോക്കിയിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം. 1, ദൈവവചനം ആധികാരികമായി പ്രസംഗിക്കുക. നമ്മളതിനെക്കുറിച്ചൊരു വിശദീകരണം വേണോ? നമ്മൾക്കറിയാം അല്ലേ. 2, ദൈവജനത്തെ ഒന്നിച്ചു കൂട്ടുക. അത് നമ്മൾക്കറിയാം. അതാണ് നമ്മളിപ്പോൾ കണ്ട നയിക്കുക എന്നുള്ള ആ പോയിന്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഐക്യത്തിൽ ഒന്നിച്ച് നിലനിർത്തുക എന്നുള്ളതാണ് അവിടെ. 3, അവരെ കൂദാശകളാൽ പരിപോഷിപ്പിക്കുക. നമ്മൾ കണ്ടു വിശുദ്ധീകരിക്കുക എന്ന ആ പോയിന്റിൽ നമ്മൾ കണ്ടു കൂദാശകളിലൂടെ നമ്മളെ പരിപോഷിപ്പിക്കുന്നു. 4, രക്ഷയുടെ മാർഗത്തിൽ അവരെ ഉറപ്പിക്കുക. 5, ദൈവജനത്തിൻ്റെ വിവിധ ദൗത്യങ്ങൾ നിറവേറ്റുന്നതിൽ അവരെ പ്രോത്സാഹിപ്പിക്കുക. എന്താണ് ദൈവജനത്തിൻ്റെ വിവിധ ദൗത്യങ്ങൾ നിറവേറ്റാൻ പ്രോത്സാഹിപ്പിക്കുക? നമ്മളുടെ വിധികളെ തിരിച്ചറിഞ്ഞ് നമ്മൾക്ക് ചൂണ്ടിക്കാണിച്ചു തരിക. ഏത് അന്തസ്സിലാണോ നമ്മൾ പ്രവേശിക്കേണ്ടത് അതിലേക്ക് നമ്മളെ ഒരുക്കുക. 6, ഓരോരുത്തരുടെയും ദൈവവിളിക്കനുസരിച്ച് ജീവിക്കുന്നതിന് അവരെ സഹായിക്കുക. ഇതാണ് മറ്റ് ധർമ്മങ്ങളും. ഈ ധർമ്മങ്ങളിലൂടെ ജീവിച്ച വൈദികരെ നമ്മൾ കാണുകയാണ്. പക്ഷേ ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടുന്നതും വളഞ്ഞിട്ട് ആക്രമിക്കപ്പെടുന്നതും ഒക്കെ ഇതേ വൈദികർ തന്നെയാണ്. നിങ്ങളുടെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടി ആരാണ് വൈദികൻ, ഹു ഈസ് എ പ്രീസ്റ്റ് എന്നുള്ള ഒരു ചെറിയ വീഡിയോ കണ്ടിട്ട് നമ്മൾക്കിപ്പോൾ തിരിച്ചു വരാം. ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപിച്ച ക്രിസ്തുവിന്റെ ജീവിതത്തിന്റെ തുടർച്ചയാണ് വൈദികരുടെ ജീവിതം. ലോകം വെച്ച് നീട്ടുന്ന മോഹങ്ങളോടും ക്ഷണികമായ സുഖങ്ങളോടും നോയെന്ന് തന്നെ ഉറക്കെ വിളിച്ചു പറഞ്ഞ് ദൈവിക കാര്യങ്ങളിൽ മനുഷ്യർക്ക് വേണ്ടി പാപങ്ങളെ പ്രതി കാഴ്ചകളും ബലികളും അർപ്പിക്കുവാൻ നിയുക്തരായവരാണവർ. അവരെ വെറുമൊരു കള്ളിയിൽ നാം ഒതുക്കി നിർത്തരുത്, നിസ്സാരവൽക്കരിക്കുകയും അരുത്. അവരുടെ മാനുഷിക ബലഹീനതകളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ. ബധിരനും മൂകനുമായിരുന്നിട്ടും തന്റെ അവസ്ഥയെ മറികടന്ന് ഹോളി ക്രോസ് സന്യാസ സഭയ്ക്ക് വേണ്ടി വൈദിക പരിശീലനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബ്രദർ ജോസഫിന്റെ ഡീക്കൻ പട്ടം ലോക്ക്ഡൌൺ കാലത്തെ മറ്റൊരു നല്ല വാർത്തയായിരുന്നു. ജനിതകശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെട്ടിരുന്ന ഗ്രിഗർ മെൻഡൽ, പ്രമേഹത്തിനാദ്യമായി ഇൻസുലിൻ ഉപയോഗിച്ച ഡോക്ടർ ഗിസപ്പി മോസ്കറ്റി,
ബിഗ് ബാങ് തിയറിയുടെ പിതാവായ ജോർജസ് ലെമറ്റർ എന്നിവരെല്ലാം കത്തോലിക്ക വൈദികരായിരുന്നു. ഡോക്ടർ ഗിസപ്പി ആകട്ടെ ഇന്ന് വിശുദ്ധ പദവിയിലുമാണ്. ഇന്നും ഉന്നത പദവികൾ വേണ്ടെന്ന് വെച്ച് വൈദിക വേലയ്ക്കിറങ്ങുന്ന എത്രയോ ചെറുപ്പക്കാരുടെ നന്മ കൊണ്ട് നിറഞ്ഞിരിക്കുന്നതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന ഈ നല്ല ലോകം. അതുകൊണ്ട് നല്ല ദൈവവിളികളുണ്ടാകാൻ നാം പ്രാർത്ഥിക്കണം. അതുപോലെ വൈദികർക്ക് വേണ്ടിയും. അത് നമ്മുടെ കടമയാണ്. അതുപോലെ നമ്മുടെ വികാരിയച്ഛന് അല്ലെങ്കിൽ നമ്മളറിയുന്ന ഒരു വൈദികന് ഇടർച്ചയുണ്ടായോ? പൗരോഹിത്യ ജീവിതത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായോ? എങ്കിൽ നമ്മുടെ പ്രാർത്ഥന അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിരുന്നുവെന്നാണ് അതിനർത്ഥം. അദ്ദേഹത്തിന്റെ ഇടർച്ചകൾക്ക് നമ്മൾ കൂടി ഉത്തരവാദികളാണ്. അതുകൊണ്ട് നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം: നിത്യപുരോഹിതനായ ഈശോയെ, അങ്ങേ ദാസരായ വൈദികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരം ദിവസം തോറും എടുക്കുന്ന അവരുടെ അഭിഷിക്ത കരങ്ങൾ മലിനമാകാതെ സംരക്ഷിക്കണമേ. അങ്ങയുടെ അമൂല്യമായ തിരുരക്തത്താൽ നനയുന്ന അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങയുടെ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ നിന്നും അകറ്റുകയും സംശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ ദിവ്യസ്നേഹം അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യവും അനുഭവിക്കട്ടെ. ആമേൻ. നിങ്ങൾ കണ്ടില്ലേ എത്രമാത്രമാണ് ആ വീഡിയോയിലൂടെ നമ്മളുടെ തെറ്റിദ്ധാരണകളൊക്കെ മാറിയത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതുപോലെ ഓരോ വൈദികനും ബലിയർപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ പറയുന്നത്, ഇനിയൊരു ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലയോ എന്നറിഞ്ഞുകൂടാ എന്നുള്ളതാണ്. അങ്ങനെ മരിച്ചുപോയ അനേകം വൈദികരെ നമ്മൾ കാണുകയുണ്ടായി. പക്ഷേ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, ഏതൊരു വൈദികൻ കാലിടറുന്നുവോ അതിനർത്ഥം നിങ്ങളുടെ പ്രാർത്ഥന കുറഞ്ഞുപോയി എന്നാണ്. പ്രിയ കുട്ടികളെ, നമ്മൾക്കതിനുള്ള കടമയുണ്ട്. കാരണം ഏറ്റവും വലിയ ഭാഗ്യം ചെയ്തിരിക്കുന്നവരാണ് നമ്മൾ. വിശുദ്ധരായ ഒത്തിരിയേറെ വൈദികർ നമ്മളുടെ കൂടെയുണ്ട്. നമ്മളെ വിശുദ്ധിയിൽ നടത്തുന്നു, നമ്മളെ പഠിപ്പിക്കുന്നു, നമ്മളെ നയിക്കുന്നു, നമ്മളെ വിശുദ്ധീകരിക്കുന്നു. അങ്ങനെയുള്ള വൈദികരുടെ ഇടയിൽ ജീവിച്ച് നമ്മൾ തീർത്തും ഭാഗ്യവാന്മാർ തന്നെയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ, നമ്മൾക്ക് വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. ഇനിയും അനേകം ദൈവവിളികൾ നമ്മളുടെ സഭയിലും സമൂഹത്തിലും ഉണ്ടാകണം എന്ന് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. ഈ ആഴ്ച മുഴുവൻ നിങ്ങൾക്ക് ധ്യാനിക്കാൻ വേണ്ടി ഒരു വചനം ഞാൻ നൽകുകയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിലെനിക്ക് ആത്മപ്രശംസയ്ക്ക് വകയില്ല, അത് എൻ്റെ കടമയാണ് എന്നുള്ള വചനമാണ് ഈ ആഴ്ച നമ്മൾക്ക് നൽകപ്പെടുന്നത്. നിങ്ങൾ ആ വചനത്തെക്കുറിച്ച് ധ്യാനിക്കുക, ചിന്തിക്കുക. സുവിശേഷ പ്രഘോഷണം ഞാൻ ചെയ്യുന്നുവെങ്കിൽ എനിക്ക് ആത്മപ്രശംസയ്ക്ക് വകയില്ല, കാരണം അതെൻ്റെ തീർത്തും കടമയാണെന്നുള്ള ആ ഒരു വചനം നിങ്ങൾ മനസ്സിലോർക്കുക. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം, കണ്ണുകളടയ്ക്കാം. നിത്യപുരോഹിതനായ ഈശോയെ, എല്ലാ പുരോഹിതരെയും വിശുദ്ധിയിൽ കാക്കുകയും അവരെ പ്രേക്ഷിത തീഷ്ണതയിൽ നിറയ്ക്കുകയും ചെയ്യണമേ. ആമേൻ. പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയുണ്ട്. നല്ലൊരു തീരുമാനമെടുക്കാം. വൈദികരെ നമ്മൾ ആദരിക്കും, അവരെ ബഹുമാനിക്കും, അവരെ അനുസരിക്കുമെന്നുള്ള ഒരു തീരുമാനവും നമ്മൾക്കിവിടെ എടുക്കാം. സ്വന്തമാക്കേണ്ട ബോധ്യങ്ങൾ ഈശോയെപ്പോലെ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുക എന്നതാണ് പൗരോഹിത്യ ജീവിതത്തിൻ്റെ പ്രഥമമായ ലക്ഷ്യം എന്നുള്ള ബോധ്യം നമ്മൾക്കുണ്ടാകണം. വൈദികർക്കും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കാനുള്ള കടമയും നമ്മൾക്കുണ്ട്. പ്രിയ കുട്ടികളെ, ഈ ഒരു ബോധ്യവും നമ്മൾക്ക് ഉണ്ടാകണം. ഈ പാഠത്തിൽ 2 ചോദ്യോത്തരവാണ് നിങ്ങൾക്ക് നൽകുന്നത്. ഒന്ന്, അജപാലകനും ബലിയർപ്പകനും എന്ന നിലയിൽ പുരോഹിതൻ്റെ ദൗത്യങ്ങൾ എന്തെല്ലാം. ഒന്ന് അജപാലകനാണ്, അതോടൊപ്പം ബലിയർപ്പകനുമാണ് പുരോഹിതൻ. ഈ പുരോഹിതൻ്റെ ദൗത്യങ്ങൾ എന്തെല്ലാമാണെന്ന് നിങ്ങൾ എഴുതുക. പൗരോഹിത്യ ശുശ്രൂഷയുടെ വിവിധ മാനങ്ങളേവ എന്നും നിങ്ങൾ എഴുതി നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക. അപ്പോൾ വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല ദൈവവിളികൾ നമ്മുടെ സഭയിലും സമൂഹത്തിലും ഉണ്ടാകാൻ വേണ്ടി വൈദികരുടെ മധ്യസ്ഥയായ പരിശുദ്ധ അമ്മയോട് എപ്പോഴും പ്രാർത്ഥിക്കുക. വീണ്ടും ഒരു ദിവസം കൂടി നമ്മൾ കണ്ടുമുട്ടുന്നതുവരെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.